തൊപ്പിയുടെ MRZ ഗ്യാങ് അടിച്ച് പിരിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഒളിവിലേക്കാണ്. തൊപ്പി ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഷമീർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഷമീർ ട്രക്ക് ടെസ്റ്റൊക്കെ കാണിക്കുക, അതുപോലെ പുള്ളി ഒളിവിലിരുന്നൊക്കെ പുള്ളി വീഡിയോ ചെയ്യുന്നുണ്ട്. തൊപ്പിക്കെതിരെ കേസുണ്ട്. തൊപ്പി എവിടെയാണെന്ന് ഇതുവരെ ഒരു അറിവ് ആർക്കില്ല. ഷമീറിനെതിരെയും കേസുണ്ട്. ഷമീർ ഒളിവിൽ ആണെങ്കിലും വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തൊപ്പിയും ഗ്യാങ്ങുമായിട്ട് ഉടക്കിയ ശേഷം ഓരോരോ വീഡിയോകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ശരിക്കും ഇവരുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നത്. വീഡിയോസൊക്കെ എൻ്റർടൈനിങ് വീഡിയോസ് ഉണ്ട്, കുറേ ചളികളുണ്ട്, അങ്ങനെ ഒത്തിരിയധികം വീഡിയോകളുണ്ട്. ശരിക്കും ഈ തൊപ്പിക്ക് ഈ പ്രശ്നം ഇത്ര വഷളാവാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. കാര്യം തൊപ്പിയെ പോലെ ഇത്രയും സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി പുള്ളിയുടെ കൂടെയുള്ള ആ 3-4 പിള്ളേരെ അവർക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ തൊപ്പിയുടെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഫെയിം കിട്ടാൻ, അതുപോലെ അവരും സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചായിരിക്കുമല്ലോ തൊപ്പിയുടെ കൂടെ ഇത്ര നാൾ നിന്നിട്ടുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തൊപ്പിക്കെതിരെ ആദ്യമായിട്ട് അവർ വീഡിയോ എടുത്തത്. ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ കൂടെ ഇത്ര നാൾ നിന്നിട്ടും 1 രൂപ പോലും തന്നില്ല, മാനസികമായിട്ടുള്ള പീഡനങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളുണ്ടെന്നൊക്കെ പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ശരിക്കും എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് സംസാരിച്ച് തീർക്കാമായിരുന്നു. അപ്പോൾ തൊപ്പി ഒരു രീതിയിലും ഇവരെ ഒന്ന് പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്ര നാളും കൂടെ നിന്ന് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മമ്മു എന്ന് പറയുന്ന ആളൊക്കെ 2-2.5 വർഷമായിട്ട്, ആളല്ല പയ്യനൊക്കെ 2-2.5 വർഷമായിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്നതാണ്. ഷമീർ ആണെങ്കിൽ അത്രയും നാളായില്ലെങ്കിലും കുറേ നാളായിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന. ഈ തൊപ്പിക്ക് എന്ത് വരുമാനം ഉണ്ടാകും? ഇവർക്ക് ഈ തൊപ്പിക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പാടില്ലേ? അവർ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ വന്ന ശേഷമെങ്കിലും ഇവർ കോണ്ടാക്റ്റ് ചെയ്ത ശേഷം ഒന്ന് പറഞ്ഞു തീർക്കാൻ തൊപ്പി ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ വീഡിയോ വന്ന ശേഷം വീണ്ടും തൊപ്പി വന്ന് ലൈവിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലേ? അവർ ചതിയന്മാരാണ്, അവരെന്നെ കൊല്ലാൻ നോക്കി. എന്നിട്ട് ഷമീറിൻ്റെ ഒരു വീഡിയോയും പുറത്തുവിട്ടു. ഈ ഷമീറിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരു വീഡിയോയും പുറത്തേക്ക് വിട്ട് ഷമീർ ആകെ നാണം കെട്ട് നാറി. അതിനുശേഷം ഉള്ള ലൈവുകളിൽ അവർ വന്ന് ഓരോരോ തെളിവ് കാണിച്ച് ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരവൻ്റെ കൂടെ നിന്നു, ഇത്ര നാൾ കൂടെ നിന്നു, ജോലി ചെയ്തു. ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷമീറൊക്കെ ഷഡ്ഡി വരെയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്, ലൈവിൽ വന്നിരുന്നേ. അപ്പോൾ അതുപോലെ ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ്റെ കൂടെ നിന്ന് ചെയ്തിട്ട് അവർക്കൊന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ, ഇത്ര നാളും കൂടെ നിന്ന് അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ അവർക്ക്
ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അവർ ആ വീഡിയോ ഒക്കെ ഇട്ട് ആദ്യമായിട്ട്. ഇവന് ഇതിന് മുമ്പും വിളിച്ചിട്ടുണ്ടല്ലോ, ഇവന് ഇതൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇപ്പം എന്തായി, ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവരും നാണം കെട്ടില്ലേ? ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഇപ്പോൾ ഒളിവിലല്ലേ. പക്ഷെ ഷമീർ എന്ന് പറഞ്ഞ പയ്യൻ, അവനിപ്പോഴും ധൈര്യമായിട്ട് അവൻ ഓരോരോ വീഡിയോകളായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ കയറി കയറി വരും കേട്ടോ. അവൻ ഇത്രയധികം മാനസികമായിട്ട് ഒക്കെ പീഡനം, നാണക്കേട് എല്ലാം അനുഭവിച്ചിട്ടും അവൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടും അവനിപ്പോഴും ഓരോരോ വീഡിയോകളൊക്കെ ആയിട്ട് പുള്ളി വന്നിട്ടുണ്ട്. ഷമീറിന് നല്ല സപ്പോർട്ടും ഉണ്ട്. ഷമീർ ഓരോരോ വീഡിയോകൾ ചെയ്യുമ്പോഴേക്കും സപ്പോർട്ടുണ്ട്. തൊപ്പീനെ ആളുകൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇതിപ്പോൾ തൊപ്പീനിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. തൊപ്പീനിപ്പോൾ ഉടനെ വേറെ ഒരു ചാനൽ തുടങ്ങിയോ, അല്ലെങ്കിൽ ഇനി പുതിയ തെളിവുകൾ, ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ സംസാരിക്കാതിരിക്കും നല്ല. കാരണം ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന നല്ല കൂട്ടുകാരായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഫോണിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഓരോരോ തെളിവുകളൊക്കെ ആയിട്ട് അവർ വീഡിയോ ആയിട്ട് ചെയ്തത്. തൊപ്പി അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ്. ഇവരെല്ലാവരും ശരിയാണ്, ഇവരെല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ്. അതുപോലെ ഷമീറൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് തൊപ്പി തന്നാണ് പറയുന്നത്. ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മ ഉപയോഗിച്ചിട്ടുണ്ട്, അത് തൊപ്പിയാണ് തന്നത്. തൊപ്പി വന്നിട്ട് തൊപ്പി ഭയങ്കര ഡീസൻ്റായിട്ടൊക്കെ സംസാരിക്കുന്നു. തൊപ്പി പറയണേ, ഞാൻ മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് മദ്യപിക്കും, അല്ലാണ്ട് ഞാനൊന്നും ചെയ്യാറില്ല, വേറെ ലഹരികളൊന്നും ഉപയോഗിക്കില്ല, വേണമെങ്കിൽ ടെസ്റ്റൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഷമീറിൻ്റെ ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. ഷമീറാണെങ്കിൽ ടെസ്റ്റൊക്കെ നടത്താൻ പോകുന്നു, അത് വീഡിയോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഷമീറിൻ്റെ ടെസ്റ്റ് വ്യാജമാണെന്നും പറഞ്ഞ് നമ്മുടെ സായി പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും ഷമീർ കുറച്ചുകൂടെ, ഷമീറിന് നല്ല ഫെയിം കിട്ടുന്നുണ്ട്. ഷമീർ കയറി കയറി വരും. പക്ഷെ ഇവരുടെ മൊത്തത്തിൽ ഇവരുടെ ഈ ഗ്യാങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക വരും. ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. തൊപ്പി സൈലൻ്റ് ആയിട്ടുണ്ട്. പിന്നെ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കേസൊക്കെ നടത്തി പതുക്കെ ഊരി പോരാം. പക്ഷെ ഇനി തൊപ്പിക്ക് ഇനി എങ്ങനെയാണ് ഇനി ഇത്ര സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ വരുന്ന കാലങ്ങളിൽ ഇനി തൊപ്പി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിയാം. ഷമീർ ഓരോരോ ചാനലിൽ നിന്നൊക്കെയാണ് ഓരോരോ വീഡിയോകൾ ചെയ്യുന്നത്. ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്നു, അത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു, എന്ത് ചെയ്ത് അത് ബ്ലോക്ക് ആവുന്നു, അടുത്ത ചാനലിൽ വീട്ടിലെ ദിവസം തുടങ്ങുന്നു. പുള്ളി നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നൊരു വീഡിയോ കണ്ടതിൽ പുള്ളി ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ പോവാം. പുള്ളി ഇങ്ങനെ മാനസികമായിട്ട് ഒത്തിരി തകർന്നിട്ടൊന്നുമില്ല, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബിസിനസ് തുടങ്ങാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഓരോരുത്തർ ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം, തൊപ്പിയെ പോലീസ് പിടിക്കുമോ, ഷമീറിനെ പോലീസ് പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വേറൊന്നുമില്ല, ബൈ.